എഞ്ചിൻ ഡ്രൈവർ വാസുവിന്റെ വീട് ഏതാണെന്നറിയാമോ? വാസുവിന് പെങ്ങന്മാരില്ലല്ലോ. ഓ, ഗീതയുടെ അനിയത്തിയായിരിക്കും. അതെ. നേരെ പോയാൽ വർക്ക്ഷോപ്പ് കാണാം. അതിന്റെ തൊട്ടടുത്ത് ഒരു ആഞ്ഞിലി മരമുണ്ട്. അതിന്റെ അടുത്താണ് വീട്. ചേച്ചി, ഹായ്. ഉഷേ, എന്റെ കൊച്ചു, നിനക്കൊരു കത്തയക്കാമായിരുന്നില്ലേ ഉഷേ? വരുന്നവരത്തിന് ഞാൻ ചേട്ടനെ അയക്കുമായിരുന്നല്ലോ സ്റ്റേഷനിലേക്ക്. നടന്നു മുഖമൊക്കെ വല്ലാണ്ടായിരിക്കണോ? വീടറിയാണ്ട് നന്നേ വിഷമിച്ചിട്ടുണ്ടാവും. ഇല്ല, നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ മോളെ. ക്ഷീണം ചേച്ചിക്ക. ആഹാ, നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞോ? എന്തോ ഒരു മുടിയുണ്ടായിരുന്നോ കൊച്ച? ഇപ്പൊ താ കണ്ടില്ലേ? ആ, കാപ്പി ഇട്ട് ഇരിപ്പുണ്ട്. വാ. കട്ടൻ കാപ്പിയാ. നിനക്ക് കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കണോ? വേണ്ട. ആഹാ, അവിടുത്തെ ഈ തണുപ്പിലും പച്ചവെള്ളത്തിലാ കുളിയൊക്കെ? നന്നായി. എണ്ണ വേണ്ട ചേച്ചി. ആ, അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കൊഴിയണേ. ഒന്നിനോളം പോകുന്ന കൊച്ചിനെ ഉപദേശിച്ചിട്ട് എന്തിനാ? തന്നിഷ്ടം പോലെ ആയിരിക്കും. വഴക്ക് പറയുമ്പോ ചേച്ചിക്ക് അമ്മയുടെ അതേ മുഖമാ. അച്ഛന്റെ പിന്നെ വല്ല വിവരമുണ്ടോ ചേച്ചി? ആ, ബോംബെയിലെങ്ങും ഉണ്ടത്രേ. ആ കാര്യം പറയാണ്ടിരിക്കുക കൊച്ചേ ഭേദം. അമ്മയുള്ളപ്പോഴേ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നല്ലേ ഇപ്പൊ. എന്തായാലും അങ്ങേരുടെ ഒരു ഗുണവിശേഷം കൊണ്ട് ജനിച്ച നാട്ടിൽ പോകാൻ പറ്റാണ്ടേ നമുക്ക്. കണ്ട ആളുകൾ കല്ലെടുത്തെറിയാ ചെയ്യാ. ആ, നിനക്ക് ഈരം മാറാൻ തുണി വേണ്ടേ? വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, എന്നാ ബാ. അയ്യോ വേണ്ട ചേച്ചി, വയറും വെച്ചോണ്ട് ഞാൻ കൊണ്ടുതരാം. ഞാൻ എടുത്തോളാം, വിട്. പക്ഷേ ഉച്ചയ്ക്ക് മുരിങ്ങയിലും പരിപ്പും കൂടെ കറി വെക്കട്ടെ? നിനക്ക് കൊതി തീരാത്ത കൂട്ടാനല്ലേ? എങ്ങനെയാ, അനക്കം തോന്നുന്നുണ്ടോ? എപ്പോഴും ഭയങ്കര ചവിട്ടും തൊഴിയാ. ആള് മഹാകുസൃതിയാണെന്നാ തോന്നണേ. എങ്ങനെയാ അല്ലാണ്ടിരിക്കുക? ചേട്ടന്റെ അല്ലേ സന്തതി, ആളെന്താ മോശമാ? പുറത്തെ പ്രകൃതം കണ്ടാ തോന്നും ആളൊരു പരിക്കനാണെന്ന്. ചില സമയത്ത് ശരിക്കും ഒരു മൂച്ചേട്ടയാ. പക്ഷെ ഉള്ളുകൊണ്ട് പാവമാ. ഞാനെന്ന് വെച്ചാ ജീവന്. ആ, നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ധൃതിപ്പെട്ട് തിരിച്ചു പോവാനൊന്നും നോക്കണ്ട. ചേച്ചിയുടെ പ്രസവമൊക്കെ കഴിയട്ടെ. ഞാൻ ചേച്ചിയുടെ അടുത്തൊന്ന് കിടക്കട്ടെ? ആ, വാ. നീ വന്നപ്പോ തന്നെ ചേച്ചിക്ക് പകുതി സമാധാനായി മോളെ.
എന്നാ ഇവരെ കൊണ്ടിട്ടങ്ങ് വരാം. ആ അത് വേണം കേട്ടോ. ഇല്ലില്ല. ഗീതേഷ്, ആരാ വന്നിരിക്കുന്നു നോക്കി. എടി കൊച്ചേ. ആഹാ, ഇതാര്? ഉഷയോ? എപ്പോ വന്നു? രാവിലെ. ഇതെന്താ കത്തൊന്നും വയ്ക്കാതെ പെട്ടെന്നിങ്ങനെ? കുളിക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട്. ആ, എടുത്തു വെച്ചോ. കഴിഞ്ഞ തവണ കണ്ടെങ്കിലും കുറെ മാറ്റമുണ്ട് ഉഷയ്ക്ക്. പെൺകുട്ടികളല്ലേ, ചടചടയെന്നാ മാറ്റവും വളർച്ചയൊക്കെ. ഇപ്പോഴും ആ സ്പിന്നിംഗ് മില്ലിൽ തന്നെയാ ജോലി? അതെ. ആ സന്ധ്യയായപ്പോ തുടങ്ങി പാട്ടും മേളമൊക്കെ. എന്തൊരു ശ്രുതിയാണെന്നോ, ഗാനഗന്ധർവനല്ലേ. ഇനിയിപ്പോ എത്തും കമ്പനിയൊക്കെ വൈകിട്ടത്തെ അസംബ്ലിക്ക്. പിന്നെ പാതിര വരെ ചീട്ടുകളി, സൊറപറച്ചിലും കുടി, ഒന്നും പറയണ്ട. ചേട്ടൻ എന്നും കുടിക്കോ? എന്ന് വെച്ചാ തേയിലും കരിയിലുള്ള പണിയല്ലേ കൊച്ചേ, മേലുവമ്പരം ഉണ്ടാവേ. അധികമൊന്നും കുടിക്കില്ല. ഞാൻ പിന്നെ കണ്ടില്ലാന്ന് വെക്കും. ആദ്യം ആകുമ്പോ ഞാനൊന്ന് കണ്ണുരുട്ടും, അപ്പൊ നിർത്തും. ചേച്ചി കുടിക്കൂ? ഞങ്ങള് മാത്രമാവുമ്പോ വല്ലപ്പോഴും. ചേട്ടൻ നിർബന്ധിക്കും. നീ ഒരു ഇത്തിരി. ഇങ്ങോട്ട് നീങ്ങിക്ക്. ശരിക്ക് തോർത്തിട്ടില്ലല്ലോ. തിരിഞ്ഞ മേല് മുഴുവൻ വെള്ള. എന്നാ പൗഡർ.